ഓ മൈ ഗോഡ്, മുമ്പിൽ ഒരു കാർ ഡിച്ചി കിടപ്പുണ്ട് കേട്ടോ. ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഡിച്ചി പോയതാണ്. അയാൾ കയറി വരാൻ ശ്രമിച്ചോണ്ടിരിക്കുക, പക്ഷെ കയറിയല്ല. ഭായി, നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്ക് നല്ല സ്നോ ആയിരുന്നു, ബ്ലാക്ക് ഐസ് ആയിരുന്നു. ഒരു 50 കിലോമീറ്റർ മുമ്പ്. നിങ്ങൾ വിശ്വസിക്കുമോ പുറത്തേക്ക് നോക്കിയിട്ട്? നമ്മളെന്തായാലും കാപ്പി എടുത്ത് പ്രീ ട്രിപ്പൊക്കെ ഇട്ടു. പക്ഷേ 2-3 ദിവസമായില്ലേ, നമ്മൾ ഫുഡെല്ലാം തീർന്നു. ഇന്നിപ്പം 4-ാമത്തെ 5-ാമത്തെ ദിവസം വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ തൊട്ടടുത്തൊരു വാൾമാർട്ട് ഉണ്ട്. അവിടെ നിർത്തി കഴിക്കാൻ എന്തെങ്കിലും കൂടെ മേടിച്ചോണ്ട് പോവാം. നമ്മളിപ്പോൾ ഒരു വാൾമാർട്ടിലാണ് നിർത്തിയേക്കണം, വയോമിങ്ങിൽ കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ തീർന്നു കഴിഞ്ഞാൽ വാൾമാർട്ടിലാണ് സാധാരണ നിർത്തി നമ്മൾ ഫുഡും എന്തെങ്കിലുമൊക്കെ മേടിക്കാറ്. വാൾമാർട്ടിലാണെങ്കിൽ നമുക്ക് ട്രക്ക് സ്റ്റോപ്പിൽ കിട്ടുന്നതിനേക്കാളും ഭയങ്കര വിലക്കുറവാണ്. ബേക്കറി സാധനങ്ങളൊന്നും ഒരു മൈൻഡില്ലാതെ അർജുൻ ഭായി ഇറച്ചികൾ അവിടെ പോയി നിൽക്കുക കേട്ടോ. ഫുള്ള് ഡാറ്റ. ഇപ്പം നമ്മളാണെങ്കിൽ ഇതേണ്ട ഒരു റോട്ടിസറി ചിക്കൻ മേടിച്ചു കേട്ടോ, ലെമൺ പെപ്പർ. അർജുൻ ഭായി ആണെങ്കിൽ 2 സാൻഡ്വിച്ചും ഫുഡ് മിച്ചമുണ്ടെന്നാണ് പറഞ്ഞു. ചിക്കൻ മാത്രമല്ല കേട്ടോ, ഞാൻ ഇടയ്ക്ക് തിരിച്ചു പോയിട്ടേ ഇച്ചിരി സോസും കൂടെ മേടിച്ചു. സോസും പിന്നെ 2 കപ്പ നൂഡിൽസും, അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഇനിയിപ്പം മുന്നോട്ടാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും മുന്നേ ഫുഡൊക്കെ തീർന്നു പോയാൽ ഇതവിടെ ഇരുന്നോളുമല്ലോ. അപ്പം നമുക്ക് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കട അന്വേഷിച്ച് നടക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഞാൻ വണ്ടി കയറിയിട്ട് കാണിച്ചു തരാവേ. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്മളെ കൂടാതെ ഒത്തിരി ട്രക്കേഴ്സ് ഈ പറയുന്ന പോലെ വാൾമാർട്ടിലെല്ലാം നിർത്തി സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണ്. സോറി, നമ്മൾ നിർത്തിയ വാൾമാർട്ടിൻ്റെ അഡ്രസ്സ് പറഞ്ഞ കൂട്ടത്തിൽ വയോമിംഗ് എന്ന് പറഞ്ഞോന്നൊരു സംശയം കേട്ടോ. ശരിക്കും നെബ്രാസ്കയാണ്. നെബ്രാസ്കയിലെ സിഡ്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയിട്ട് വാൾമാർട്ടിലേക്ക് പോയത്. വാൾമാർട്ടിൽ നിന്ന് നമ്മൾ മേടിച്ച് എന്നാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ പെപ്പർ ഫ്ലേവേർഡ് റോട്ടിസറി ചിക്കൻ. അപ്പോൾ ഫുള്ളി കുക്ക്ഡ് ഫ്രഷ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഇന്നത്തേക്കുള്ള ഒരു പോർഷൻ കഴിച്ചു കഴിഞ്ഞാൽ നാളെ കൂടെ കഴിക്കാനുള്ള മിച്ചം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അത് കൂടാതെ വേണ്ട നമ്മുടെ കപ്പ നൂഡിൽസ് ഉണ്ടല്ലോ, ഒരു കപ്പിൻ്റെ അകത്ത് വരുന്നത്. ഇതാകുമ്പോൾ എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഇരുന്നോളൂ. എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് മറ്റേ ഇവിടെ കെറ്റിലിൻ്റെ അകത്ത് വെള്ളം ചൂടാക്കി വെക്കുകയോ അല്ല മൈക്രോവേവിൻ്റെ അകത്ത് ചൂടാക്കുകയോ ചെയ്താൽ മതി. ഇങ്ങനത്തെ 2 കൂടാതെ എങ്ങാനും ചിക്കന് ഫ്ലേവർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു സോസ്, വിങ് സോസ് ബഫലോ ആകുമ്പോൾ വലിയ കാലറി ഒന്നുമില്ല, 10 കാലറീസ് ഉള്ളൂ. അപ്പം അത്യാവശ്യം ടേസ്റ്റും ആവും, ഹെൽത്തിയാണ്. കൂടാതെ നാളത്തേക്ക് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 0 കാർബ് ടോട്ടിയ കിട്ടി കേട്ടോ. കഴിച്ചു നോക്കാം. ഞാൻ ഇതുവരെ 0 കാർബ് കഴിച്ചിട്ടില്ല. എന്തായാലും അത്യാവശ്യം ഒരു പരിപാടികളൊക്കെ വേണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വാൾമാർട്ട് ഷോപ്പിങ്ങിൻ്റെ പ്രോഡക്ട്സ്. നമ്മുടെ യാത്രയുടെ 6-ാമത്തെ ദിവസം രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മിഷിഗണിൽ കൂടെയാണ്. അപ്പം ഇലിനോയും ഇന്ത്യനെ കൂടെയൊക്കെ നമ്മൾ രാത്രിയിൽ കവർ ചെയ്യുമ്പോഴത്തേക്കും അവിടെയൊന്നും വലിയ കാര്യമായിട്ട് സ്നോ ഇല്ലായിരുന്നു. പക്ഷേ ടെമ്പറേച്ചർ -8-9 ഒക്കെ ആയിരുന്നു.
ഇവിടെ ഇപ്പോൾ തന്നെ ടെമ്പറേച്ചർ -4 ഒക്കെ ആണെങ്കിലും നല്ല സ്നോ ഉണ്ട്. ഇടയ്ക്ക് നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം പെയ്യലങ്ങ് നിന്നു. പക്ഷെ റോഡിലൊക്കെ സ്നോ കിടപ്പുണ്ട് കേട്ടോ. അത് കൂടാതെ മുമ്പിലേക്ക് ഒരു ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് വാർണിങ്സ്. ഇപ്പോൾ റോഡിൽ ഡീവിയേഷൻ ഉണ്ടോ എന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മിഷിഗൺ ക്രോസ് ചെയ്ത് ഒൻറ്റാറിയോയിലേക്ക് നമ്മൾ കയറും. നേരെ നമ്മളെ യാർഡിൽ പോവും, വണ്ടി പാർക്ക് ചെയ്ത് വീട്ടിൽ പോകും എന്നുള്ള പരിപാടി കേട്ടോ. എന്തായാലും മഞ്ഞ് നന്നായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ടെമ്പറേച്ചർ -4 കൂടെ ആയതുകൊണ്ട് റോട്ടിൽ തെന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോൾ കണ്ട പോലത്തെ ബോർഡില്ലേ, അതുപോലത്തെ ബോർഡുകൾ ഓരോ ഇത്ര ഇടവേളകളിൽ നമ്മുടെ ട്രാഫിക്കിനെ കുറിച്ച് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബ്ലൈൻഡായിട്ട് പോകാതെ ഈ എല്ലാവിധ ബോർഡുകളും വാർണിംഗ് ബോർഡുകളും ഇപ്പം റോട്ടിലെ ഇൻഡിക്കേഷൻസ് ഉണ്ടല്ലോ, അത് ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടത് നമ്മൾ ബി പ്രിപ്പയർഡ് ടു സ്റ്റോപ്പ് സ്ലോ ട്രാഫിക് ആയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് സേഫാണ്. കാരണം ഈ റോഡിൽ ഇത്രയും ഇതായിട്ട് തെന്നുമ്പോഴത്തേക്കേ, ഓ മൈ ഗോഡ്, മുമ്പിലൊരു കാർ ഡിച്ചി കിടപ്പുണ്ട് കേട്ടോ. ജസ്റ്റ് ഫ്രഷായിട്ട് ഡിച്ചി പോയതാണ്. ബ്ലാക്ക് ഐസ് ഉണ്ടെന്ന് തോന്നുന്നു, അതാണ് എല്ലാവരും ഫ്ലാഷേഴ്സ് ഇട്ട് പയ്യെ പോകുന്നത്. നോക്കിക്കേ, അയാൾ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ കയറിയല്ല. ആണ് മഞ്ഞത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ചെളി പൂണ്ട് പോണ പോലെയാണേ. അത് ടയർ കിടന്ന് സ്പിന്നായിക്കൊണ്ടിരിക്കും, കയറിയല്ല. പ്രത്യേകിച്ച് സെഡാനൊക്കെ പോലത്തെ ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ, കാരണം അതിൻ്റെ അടിയും കൂടെ തട്ടി അതങ്ങനെ എടുത്തു വെച്ച പോലെ നിൽക്കും. പിന്നെ റോട്ടിൽ എത്ര വാർണിങ്സ് ഉണ്ടായാലും മുമ്പിൽ പോകുന്നവർ എന്തൊക്കെ വാർണിംഗ് ഇട്ട് പോയെന്ന് പറഞ്ഞാലും അതിനെ ഇഗ്നോർ ചെയ്ത് ഒരു കോൺഫിഡൻസോട് കൂടി പോകുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലത്തെ ജാക്കിച്ചാന്മാർ ഇഷ്ടം പോലെ കേട്ടോ. അങ്ങനെ പോയി ആരെങ്കിലും ഒരാൾ അപകടത്തിൽ പെടും, എന്നിട്ട് ആ റോഡ് മുഴുവൻ ബ്ലോക്കാക്കി ബാക്കി എല്ലാവരെയും മണിക്കൂറുകളോളം റോഡിൽ പെടുത്തും. എന്നാൽ ഒരു ഇച്ചിരി പയ്യെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും സേഫായിട്ട് സമയത്ത് എത്താമെന്നുള്ളൊരിത് കൺസിഡർ ചെയ്യല. എല്ലാവർക്കും തിരക്കാം. രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് ഇറങ്ങാൻ താമസിച്ച സമയത്ത് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രാന്ത് പിടിച്ച് റോട്ടിൽ കൂടെ പോകുന്നത് കേട്ടോ. കാരണം ഈ സ്നോയുടെ സമയത്തൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നവർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്നോയി വെതർ കണ്ടീഷനിലൊക്കെ എന്തായാലും ഈ വിൻ്റർ സീസണിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. അപ്പം ഇച്ചിരി നേരത്തെയൊക്കെ ഇറങ്ങി റോട്ടിൽ കിടന്ന അഭ്യാസങ്ങൾ കാണിക്കാണ്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമായിട്ട് സേഫായിട്ട് അവരവരുടെ ഡെസ്റ്റിനേഷൻസിലെത്താം. നമുക്കെന്തായാലും 250 കിലോമീറ്ററും കൂടെ ബോർഡറിലേക്കുള്ളത്. ഇപ്പം USA അല്ലെ കാനഡയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. വർഷത്തിൽ 6 മാസവും ഈ പറയുന്ന വിൻ്റർ ആയിരിക്കും. അപ്പോൾ ആ വിൻ്റർ സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്യേണ്ട റൂട്ടുകൾ ഏതാണ് എങ്ങനെയാണെന്നൊന്നും ഒരു പ്രൊഡിക്ഷനും ഉണ്ടാവില്ലല്ലോ. ഞാൻ US-ൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം US-ൻ്റെ ചില സ്ഥലങ്ങളിലൊന്നും ഇത്രയും ഹാർഷായിട്ടുള്ള വിൻ്റർ ഇല്ല. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ പറയുന്ന പോലെ 4 വീൽ ഡ്രൈവ് വണ്ടികൾ എടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ 4 വീൽ അല്ലെന്നുണ്ടെങ്കിൽ മിനിമം ഓൾ വീൽ ഡ്രൈവ് വണ്ടികൾ അതിലും എടുക്കാൻ നോക്കുക. അതും സെഡാനേക്കാൾ ഉപരി ഒരു SUV എങ്കിലും ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള ഒരു SUV ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ മേടിക്കാൻ കടയിൽ ചെല്ലുത് കഴിയുമ്പോഴത്തേക്കും അല്ല ഇവർക്കൊക്കെ ഈ 2 വീൽ ഡ്രൈവ് വണ്ടികൾക്ക് നല്ല ഓഫറും ഡീലും കുറച്ചുകൂടെ ഫാൻസി ആയിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ വെതർ കണ്ടീഷൻ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പം നമ്മുടെ ഈവൻ ഡ്രൈവേ പോലും ഇച്ചിരി കനത്തി സ്നോ പെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ ഈ സെഡാൻ പോലത്തെ നമുക്ക് ക്ലിയറൻസ് ലോ ആയിട്ടുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറക്കി ഈ മഞ്ഞ് മാറ്റാതെ ഇറക്കി പോരാൻ പറ്റിയല്ല. അതേസമയം ഒരു അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാൻ SUV ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഡ്രൈവേയിലെ മഞ്ഞൊന്നും അത്യാവശ്യത്തിന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാതെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഓടിച്ചുകൊണ്ട് ഇങ്ങ് പോവാം. അതുകൂടാതെ മഞ്ഞത്തൊക്കെ ആണെങ്കിലേ ഓൾ വീൽ ഡ്രൈവോ അല്ലെ 4 വീൽ ഡ്രൈവോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും.
അതുപോലെ ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രിഫറൻസ് എപ്പോഴും നമ്മുടെ സെഡാൻസിനേക്കാൾ ഉപരി ഒരു ഇച്ചിരി പൊക്കമുള്ള, ഒന്നെങ്കിൽ SUV-കൾ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പൊക്കമുള്ള ടൈപ്പ് വണ്ടികളാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് ചെറിയ പിള്ളേരൊക്കെ ഉള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ കാർ സീറ്റുകൾ എന്തായാലും ഇവിടെ ഇങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രികളിൽ നിർബന്ധമാണ്. അപ്പം ഈ നല്ല ക്വാളിറ്റി ഉള്ളൊരു കാർ സീറ്റ് എന്ന് പറയുമ്പോൾ അതിന് അത്യാവശ്യം വെയിറ്റ് വേണം. അതുകൂടാതെ പിള്ളേരെയൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും ഈ കാർ സീറ്റ് ബാക്കിലത്തെ സീറ്റിൽ ഫിക്സ് ചെയ്യാനും അല്ലെങ്കിൽ എടുത്ത് വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ പൊക്കം കുറഞ്ഞ വണ്ടികളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പരിധി വിട്ട് കുനിയേണ്ട ഒരു സാഹചര്യം വരുവേ. അപ്പം നടുവിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ എപ്പോഴും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി പൊക്കമുള്ള വണ്ടികൾ അല്ലെ SUV-കളൊക്കെ ആയിരിക്കും നമുക്ക് നല്ലത്. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എന്നാലും എൻ്റെ ഒരു സജഷൻ ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാര്യം പറഞ്ഞ പോലെ കുറേ നേരമായി ഇങ്ങനെ ബ്ലാക്ക് കേസും വണ്ടികളെല്ലാം പയ്യെ പോകാൻ തുടങ്ങിയിട്ടും ഉപ്പിടുന്ന ഒരു വണ്ടി ഇന്ന് ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണോ എന്നാന്നറിയത്തില്ല. ഏകദേശം ഒരു 100 കിലോമീറ്ററോളം അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം ബെറ്ററായ ലക്ഷണമാണ് കാണുന്നത് കേട്ടോ. കാരണം മഞ്ഞിൻ്റെ കനമൊക്കെ ഒന്ന് കുറഞ്ഞു, വലിയ കാര്യമായിട്ടുള്ള പെയ്ത്തൊന്നുമില്ല. റോഡൊക്കെ ആണെങ്കിലും അങ്ങനെ മഞ്ഞ് വീണ് കിടപ്പില്ല. എന്നാലും റോഡ് വെറ്റാണ്, ടെമ്പറേച്ചർ -4 പക്ഷേ കാര്യങ്ങളൊന്ന് ബെറ്റർ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു ലൗസി നിർത്തിയതാണേ. ലൗസി നിർത്തി നന്നായിട്ടൊരു കുളിയും പാസ്സാക്കി. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നൂഡിൽസ് ഇല്ലേ, നൂഡിൽസ് അവിടുന്ന് ഹോട്ട് വാട്ടർ എടുത്ത് ചൂടാക്കി ഒരു കാപ്പി എടുത്ത് നേരെ ട്രക്കിലേക്കുള്ള പോകാം. ഇടയ്ക്ക് അർജുൻഭായി എണീറ്റായിരുന്നു. പുള്ളി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ട്രക്കിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വലിയ കാര്യമായിട്ട് തണുപ്പില്ല, -2 -3 അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കണ്ടോ ലേക്കൊക്കെ കണ്ടോ, ചെറിയ വെള്ളം കൂടി കിടക്കുന്ന സ്ഥലമല്ല. ആ വെള്ളമൊക്കെ ഐസ് കട്ട ആവാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറുതായിട്ട് കട്ടയായി തുടങ്ങി. അതാ വട്ടം പോലെ കാണുന്നത്, അതൊക്കെ കട്ടയായി കിടക്കുന്ന. ചില സ്ഥലങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഐസ് ആയിട്ടില്ല, -4 ഒക്കെ ഉള്ളൂ. വേണ്ട നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ അഡ്വാൻസ് എന്ന് പറയുന്ന ട്രക്ക് കണ്ടോ. ഞാൻ ട്രക്കിങ് 2018 തുടങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് കയറുന്ന കമ്പനി അഡ്വാൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇവർക്ക് വേണ്ടി ഏകദേശം 1 വർഷം കംപ്ലീറ്റ് ഓടിച്ചില്ല, റീഫറാണ് ഇവർ മെയിൻലി ചെയ്യുന്നത്. റീഫർ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ എടുക്കുന്ന ടൈപ്പ്, അതായത് റെഫ്രിജറേറ്റഡ് ട്രെയിലറാണ് ഇവർക്ക്. എന്തായാലും കുളിയെല്ലാം കഴിഞ്ഞ് വണ്ടി എടുക്കുമ്പോഴത്തേക്കും നേടാ നിങ്ങൾ മുന്നോട്ട് നോക്കിക്കേ, ഇവിടെ ഒന്നും മഞ്ഞ് പെയ്തിട്ടേ ഇല്ല കേട്ടോ. ശരിക്കും മഴ പെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ മഞ്ഞ് പെയ്യുള്ളൂ. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അർജുൻഭായി പുറത്തിറങ്ങിയിരിപ്പുണ്ട് കാപ്പിയൊക്കെ എടുത്ത്. അർജുൻഭായി, നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്ക് നല്ല സ്നോ ആയിരുന്നു, ബ്ലാക്ക് ഐസ് ആയിരുന്നു. ഒരു 50 കിലോമീറ്റർ മുമ്പ് നിങ്ങൾ വിശ്വസിക്കുമോ പുറത്തേക്ക് നോക്കിയിട്ട്? ഇന്നലെ മറ്റേ അറോറ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു 3-4 മണിക്കൂർ ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ആണോ? നമ്മൾ അറോറ എത്തുന്നവരെ ഫുള്ള് റോഡിന് അപ്പുറം ഇപ്പുറം വണ്ടികൾ മറിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ. അറോറ കഴിഞ്ഞിട്ടും അത് തന്നെയായിരുന്നു അവസ്ഥ. ആണോ? പിന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് വലിയ സിറ്റിയിൽ എത്തൂലേ, അതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവം ഉണ്ടല്ലോ. ഒരു കഷ്ടിച്ചൊരു 100 കിലോമീറ്റർ നല്ല സ്നോയും ബ്ലാക്ക് ഐസും കാര്യങ്ങളും വെറ്റൊക്കെ ആയിട്ട് എല്ലാ വണ്ടികളും ഫ്ലാഷേഴ്സ് ഒക്കെ ഇട്ട് പോകുന്ന സിറ്റുവേഷൻ. ഇങ്ങോട്ടൊന്നും മഞ്ഞ് പെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഏകദേശം 1:15 നമ്മൾ തേണ്ട ബോർഡറിലേക്ക് എത്തി കേട്ടോ. ബോർഡറിലേക്ക് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം സൺഷൈനൊക്കെ ആയിട്ട് പൊതുവെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ്. എന്നാൽ ചെറിയൊരു ലൈനപ്പ് കാണുന്നുണ്ട്. ലൈനപ്പ് ഉണ്ടെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു ഇത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് ബോർഡർ ക്രോസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. വൈകുന്നേരത്തേക്ക് എത്തുമായിരിക്കും എല്ലാവരും ഭായി. 5 മണി 6 മണി ട്രാഫിക് കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു ടൊറന്റോയിൽ. ലണ്ടനിലൊക്കെ ഭയങ്കര മഞ്ഞാണ്. ഇന്നലെ അല്ലായിരുന്നു, ഇന്നും ഉണ്ടോ? ഇന്ന് രാവിലെ ജ്യോതിഷിന്റെ സ്റ്റാറ്റസ്
എന്റെ അമ്മേ, ട്രാഫിക് ഒക്കെ പ്രോപ്പറായിട്ട് ഉണ്ടായാൽ മതി. രാവിലെ ഇട്ടതാ. ബോർഡറിലെ കാഴ്ചകളെല്ലാം നമ്മൾ പല വീഡിയോകളിലും പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് അതെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞ് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നമ്മളെന്തായാലും ഒഫീഷ്യലി നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കാനഡയിലേക്ക് കയറിയിരിക്കുകയാണിത്. കാനഡയിലേക്ക് കയറുമ്പോഴത്തേക്കും ഈ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കുഞ്ഞ് ബോർഡ്, വെൽക്കം ടു കാനഡ. ഇനിയിപ്പോൾ ബോർഡർ ക്രോസിങ്ങും പരിപാടികളും. Thank you, officer. എന്തായാലും ബോർഡറെല്ലാം സ്മൂത്തായിട്ട് കടന്ന്, ഇവിടുത്തെ ഓഫീസറാണേലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പുള്ളിക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ. അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. നമ്മുടെ പേപ്പർ എടുത്തു, സ്കാൻ ചെയ്തു, നേരെ നമ്മളെ ഒന്ന് നോക്കി സാധനം തന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒൻറ്റാറിയോ കയറിയിരിക്കുകയാണ്, കാനഡ. ഇവിടുന്ന് ഏകദേശം 287 കിലോമീറ്ററാണ് നമുക്ക് യാർഡിലേക്കുള്ളത്. അപ്പം ബാക്കി വിശേഷങ്ങൾ ഒൻറ്റാറിയോ കൂടെ ഉള്ളത് കാണാം കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ ലണ്ടൻ എന്ന നഗരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ ഒൻറ്റാറിയോയിൽ ഇപ്പോൾ സ്നോ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വെതറിൽ അരമണിക്കൂറും കൂടെ സ്നോ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. മിക്കവാറും അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ലണ്ടൻ എത്തും. നേരത്തേക്കും സ്നോ പെയ്ത് കാണാനാണ് സാധ്യത കാണുന്നത്. പക്ഷേ അങ്ങ് ഗ്രേറ്റർ ടൊറൻറ്റോ എത്തുമ്പോഴത്തേക്കും സ്നോ കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ലണ്ടൻ ഏരിയ മാത്രമായിരിക്കണം സ്നോ. ലണ്ടൻ ഒൻറ്റാറിയോനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ മലയാളികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ലണ്ടൻ ഒൻറ്റാറിയോ. ഏറ്റവും കൂടുതൽ മലയാളികൾ ഇവിടെ ഒൻറ്റാറിയോയിലെ ലണ്ടനിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മുടെ പല കൂട്ടുകാരും ഇപ്പം ലണ്ടനിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ചങ്ക് കൂട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു, പുള്ളിയും ലണ്ടനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിൻ്റെ ഒരു സെലിബ്രേഷൻ ഒരു ദിവസം അവരുടെ വീട്ടിൽ ലണ്ടനിൽ വന്ന് താമസിച്ചിട്ടൊക്കെ ആയിരുന്നേ. അത് പറഞ്ഞപ്പോഴാ, നിങ്ങളുടെ ക്രിസ്മസും ലണ്ടനിലല്ലായിരുന്നോ? നോർത്ത് വെന്റ് അത് ലണ്ടൻ ഏരിയ അല്ലായിരുന്നോ? ലണ്ടൻ അല്ല, കിച്ചണർന്ന് ലണ്ടൻ വഴിയുമ്പോ ലണ്ടനിൽ ഒരു 1 hour ഡ്രൈവ് പറ്റാം. ആണോ? ലണ്ടനിൽ നിന്ന് 1 hour ഡ്രൈവോ? അങ്ങനെ എന്താ? ഏതാ ഇങ്ങോട്ട്? കിച്ചണർന്ന് കയറി അങ്ങ് പോയത്. ഓ ശരി ശരി. ഞാനുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. എന്തായാലും ലണ്ടനിലെത്തി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ അരമണിക്കൂറിനുള്ളിൽ സ്നോ നിൽക്കുമെന്നായിരുന്നു ഫോർകാസ്റ്റ്. അപ്പോൾ ഇപ്പോൾ സ്നോ ഒന്നും പെയ്യുന്നില്ല. റോഡെല്ലാം വെറ്റാണ്. റോഡ് വെറ്റായ സംഭവിക്കുന്ന പോലെ തന്നെ നമ്മുടെ വിൻഷീൽഡിലേക്കെല്ലാം നല്ല ചെളി തെറിച്ച് ഡേർട്ടി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായി തീർന്നെന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കേട്ടോ. മുന്നോട്ട് പോകും തോറും പൊടി പോലെയൊക്കെ ഇടയ്ക്ക് സ്നോ വരുന്നുണ്ട്. മുന്നോട്ട് നോക്കാം. ഇപ്പോൾ പ്രകൃതിയിൽ സംഭവിച്ചേക്കുന്ന ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ നേരത്തെ നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്ന ഡ്രൈ ആയിട്ടുണ്ടായിരുന്ന ഏരിയയിൽ നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറിയതുള്ളൂ. മാറിയപ്പോൾ തന്നെ അത് ഇവിടെ ആകെ ഫോഗ് അടിച്ച് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം. എന്തായാലും സ്നോയുടെ വാണിംഗ് ലണ്ടനിൽ മാത്രം ഉള്ളതെന്നാണല്ലോ കാണിച്ചേക്കുന്നത്. അപ്പം മിക്കവാറും ഒരു 10-20 കിലോമീറ്റർ സ്പാനിൽ ഇത് മാറി വീണ്ടും നമുക്ക് ഒരിച്ചിരി പ്ലസൻ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഒരു ഓൺ റൂട്ടിൽ നിർത്തി നമ്മൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ അർജുൻഭായാണ് തേര് കളിക്കാൻ പോകുന്നത്. ഒത്തിരി ദൂരമൊന്നുമില്ല, 150 കിലോമീറ്ററാണ് ഇനി നമുക്ക് എത്താനുള്ളത്. പക്ഷെ ഇനിയിപ്പം അത് ശരി, ആ 150 കിലോമീറ്റർ എത്താനാണ് ഏറ്റവും പാട്. കാലിഫോർണിയ പോയാലും അത്ര പാടില്ല, അതാണ് കേട്ടോ. ലണ്ടനിൽ ടൊറന്റോ എത്താനാ പാട്. അതുകൊണ്ടാണ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തതും. അല്ലാന്നുണ്ടെങ്കിൽ 150 കിലോമീറ്റർ നമ്മളങ്ങ് കവർ ചെയ്തേനെ. പക്ഷെ ഇതിപ്പോൾ എത്താൻ ചിലപ്പോൾ 5 മണി 6 മണി ആവും വേണം. മഞ്ഞും കൂടെ ഉണ്ട് പറയണ്ട. അങ്ങനെ വേണ്ട 2 വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യാർഡെത്തി. ഈ ആഴ്ചത്തെ നമ്മുടെ യാത്ര ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തുകയാണ്. ടെമ്പറേച്ചർ എത്ര ഉണ്ട് അർജുൻ? -7. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുമ്പോൾ നമ്മൾ ടോട്ടൽ കവർ ചെയ്ത് 5412 മൈൽസ് കേട്ടോ. കിലോമീറ്റേഴ്സ് അല്ല, മൈൽസ്. അപ്പം നമ്മൾ ഓൾറെഡി യാടെത്തി. ഇതാണ് നമ്മുടെ ട്രിപ്പ് ഡീറ്റെയിൽ. നമ്മുടെ എവിടെ നിന്നൊക്കെയാണ് പെട്രോൾ അടിച്ചത്, എത്ര ലിറ്റർ അടിച്ചു, എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡിങ് പേപ്പർ വർക്കെല്ലാം. ഇനി ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ട്രക്കും ട്രെയിലറും പാർക്ക് ചെയ്താൽ നമുക്ക് വീട്ടിൽ പോകാം. നമ്മുടെ ജീപ്പൊക്കെ ഇവിടെ തണുത്ത് മരച്ച് കിടപ്പുണ്ട്. സ്റ്റാർട്ടായാൽ മതിയായിരുന്നു. നോക്കിക്കേ, ഒരാഴ്ച ഇട്ടിട്ട് പോയത് നിറയെ ചെളിയും പൊടിയും പിടിച്ച്. പ്രത്യേകിച്ച് മഞ്ഞ സീസണും കൂടെ ആയതുകൊണ്ട് കണ്ട ഈ കിടക്കണ പിക്കപ്പാണ് നമ്മുടെ യാർഡിൽ മഞ്ഞ് മാറ്റണ വണ്ടി കേട്ടോ. നല്ല മഞ്ഞൊക്കെ അടിഞ്ഞ് കയറി കഴിയുമ്പോഴത്തേക്ക് ഈ പിക്കപ്പും കൊണ്ട് 4 റൗണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ മഞ്ഞും സൈഡിലേക്ക് ഉന്തി തള്ളി മാറ്റാം. ഇവിടെ ഒരുമാതിരി ഇതുപോലെ കൊമേഴ്സ്യലിലോട്ടുള്ളവരുടെ എല്ലാം കാര്യത്തിൽ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവേ. ഇതാകുമ്പോൾ കൈ കൊണ്ട് വാരി മാറ്റാൻ നിൽക്കണ്ട. നമ്മുടെ അക്ഷമനായ അർജുൻഭായ് ഓൾറെഡി ബാക്കപ്പെല്ലായിട്ട് റെഡിയാക്കി തുടങ്ങി. പോരെ ഇട്ടോ. യാർഡിൽ വന്ന് ട്രെയിലർ ഇടാൻ നോക്കിയപ്പോൾ നമ്മുടെ 5th വീല് ജാമായി നിൽക്കും. എന്ത് ചെയ്താൽ അൺഹുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗരാഷിൻ്റെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോവാം. അങ്ങനെ അവർ പറഞ്ഞു, അവർ രാവിലെ വരുമ്പോൾ നോക്കാമെന്ന്. 5th വീല് ജാമാ. ക്യാമറ പിടിക്കോ? ഞാൻ ബാക്കപ്പ് ഇട്ടേനാ, നിങ്ങളെടുത്തോ. റിവേഴ്സ് ആട്ടോ പോണ്ടേ. വേണ്ടേ, ഈ മുമ്പിൽ കാണുന്ന ഷെഡാണ് നമ്മുടെ ഗരാഷ്. അപ്പോൾ അവരവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പൊക്കോളാനാണ് പറഞ്ഞത്. ടെമ്പറേച്ചർ -7 കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വേണ്ട ഇപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ഗ്ലൗസ് ഇല്ലല്ലോ. അതുപോലെ ഞാൻ ക്യാമറ പിടിക്കേണ്ടതുകൊണ്ട് കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഓപ്പൺ സ്കിന്നൊക്കെ ഉണ്ടല്ലോ, പൊള്ളുക. പോരെ വാ